ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇൻസ്റ്റന്റ് സ്കിൻ വൈറ്റനിങ് ഫോർമുല ആയിരുന്നു മുന്നത്തെ നമ്മുടെ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനോടൊപ്പം തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന നമ്മുടെ ഒരു കൊറിയൻ സ്കിൻ സീക്രട്ട് സിറമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ഇതുപോലൊരു പാൻ എടുക്കുക, 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ റൈസ് ആണ്. അത് നമുക്ക് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് ബസ്മതി റൈസ് ആണ്. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പം ഈ ജീരകശാല റൈസ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ അതാ എടുത്തേക്കുന്നത്. അതുപോലെ 1 ടീസ്പൂൺ ഫ്ലെക്സ് സീഡ് വേണം, 1 ടീസ്പൂൺ ഓട്സ് വേണം. ഈ 3 കാര്യങ്ങളാണ് നമുക്കിതിന് വെള്ളം തിളപ്പിക്കാനായിട്ട് വേണ്ടത്. ഞാൻ എന്തായാലും ഈ ഫ്ലെക്സ് സീഡും റൈസും ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. ഇതിലേക്ക് കഴുകിയെടുത്ത ഫ്ലെക്സ് സീഡും റൈസും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇതിലേക്ക് ഞാൻ ഓട്സ് ചേർത്ത് കൊടുക്കുവാണേ. എല്ലാം നമ്മൾ 1 ടീസ്പൂൺ എടുത്തേക്കുന്നത് അറിയാലോ. ഓട്സ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ തീ കൂട്ടി വെച്ചിട്ടാട്ടോ തിളപ്പിക്കുന്നത്. അത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ തീയിൽ ഇട്ടിട്ട് നമ്മളൊരു 5 മിനിറ്റോളം ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ല രീതിയിൽ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് സിമ്മിലേക്ക് ഇടാം. സിമ്മിലിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ട് നമ്മൾ ഇതിനി ഒന്ന് കുറുക്കിയെടുക്കണം. അത്യാവശ്യം ഒന്ന് കുറുക്കി വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടെ ടൈം എടുക്കും ഇതാകാനായിട്ട്. തീ കുറച്ച് വെച്ച് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം കേട്ടോ. കണ്ടോ, ജെല്ല് പോലെ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഓഫ് ചെയ്യാം. ഞാൻ ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു അരിപ്പയിലേക്ക് കയ്യോടെ ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്നോ, ചൂടാറാനായിട്ട് നിന്ന് കഴിഞ്ഞാലേ ഒരു പക്ഷെ അത് അരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇതൊന്ന് അരിച്ചെടുക്കട്ടെ. അരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് പാട് വിട്ടു കേട്ടോ അരിച്ചെടുക്കാനായിട്ട്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിപ്പയിൽ അരിച്ചു കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് കിട്ടില്ല. ഒരു തുണിയിലിട്ട് വേണമായിരുന്നു അരിക്കാനായിട്ട്. പക്ഷെ എൻ്റെ കയ്യിൽ ഒരു ക്ലോത്ത് ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അരിപ്പയിലിട്ട് തന്നെ അരിച്ചെടുത്തു. അതുകൊണ്ട് കുറച്ച് പണി വിട്ടു. എന്നാലും ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാൻ പോവാണേ. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ അലോവേര ജെല്ലാണ് കേട്ടോ ഇടാൻ പോകുന്നത്. അപ്പൊ അലോവേര ജെല്ല് എങ്ങനെ തിരഞ്ഞെടുക്കണം, അത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരും അത് പോയി കണ്ടു നോക്കുക. പിന്നെ ഇതൊരിക്കലും ഒരു പ്രൊമോഷണൽ വീഡിയോ അല്ല. ഞാൻ യൂസ് ചെയ്യുന്നതിന്റെ ബ്രാൻഡും കോസ്റ്റും ചോദിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പൊ അലോവേര ജെല്ല് ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമ്മിന്റെ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമല്ല ഇത് സെലക്ട് ചെയ്യാനുള്ള കാരണം. നമ്മുടെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള അലോ ബാർബഡൻസിസ് എക്സ്ട്രാക്ട്, ലീഫ് എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ടോ എന്ന് നോക്കണമായിരുന്നു. അപ്പൊ അത് ഇതിലുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം സെലക്ട് ചെയ്തത് കേട്ടോ, ഈ ഒരു ബ്രാൻഡ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് സെലക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഇതാണിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതിന്റെ MRP വരുന്നത് 395 റുപ്പീസ് ആട്ടോ. നാല് ടീസ്പൂൺ നമ്മൾ അലോവേര ജെല്ല് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ഇടാൻ പോകുന്നത് 1 ടീസ്പൂൺ ഗ്ലിസറിൻ ആണ്. 45 രൂപയുടെ ഗ്ലിസറിനാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. 1 ടീസ്പൂൺ ഗ്ലിസറിൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾക്ക് ഒലിവ് ഓയിലാണ് വേണ്ടത്. പക്ഷെ എൻ്റെ കയ്യിൽ ഒലിവ് ഓയിൽ ഇപ്പോൾ ഇല്ല കേട്ടോ. ഞാൻ അതുകൊണ്ട് വിറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് പകരം ചേർക്കുന്നത്. നിങ്ങൾ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി അതല്ലെങ്കിൽ നല്ല വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒലിവ് ഓയിലും കോക്കനട്ട് ഓയിലും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കേട്ടോ. 1 ടീസ്പൂൺ വിറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലുള്ള ഒരു ലിക്വിഡ് ചേർത്തിട്ടുണ്ട്. കുറച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഉള്ളിലേക്ക് വീണു പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ 1 സ്പൂൺ മുഴുവനായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. ഞാനൊരു 5 ക്യാപ്സ്യൂളാണ് എടുത്തിരിക്കുന്നത്. എനിക്കത് 5 ക്യാപ്സ്യൂൾ എടുത്തപ്പോഴത്തേക്ക് 1 ടീസ്പൂൺ കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണമൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഉള്ളിലേക്ക് വീണുപോയി. അപ്പം അതുകൊണ്ട് ഞാൻ ആ ഒരു കണക്കാക്കിയാണ് എടുത്തേക്കുന്നത്. നെക്സ്റ്റ് 1/2 ടീസ്പൂൺ തേൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനി ഫേസിലും കൂടെ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇതുപോലൊരു ബോട്ടിലേക്ക് ഇതാക്കുന്നുണ്ട്. ഇതുപോലൊരു ബോട്ടിലേക്ക് ഞാൻ ഇതാക്കുന്നുണ്ട്. ഞാൻ അതിന് ശേഷം ഞാൻ ഫേസിലേക്ക് ഇട്ടിട്ട് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട്.
നമുക്ക് ഇനി ഈ ഒരു സിറം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ആ സ്പൂണിൽ എനിക്ക് അതൊരു ചെറിയ ബോട്ടിലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഫുള്ളായിട്ട് കൊണ്ടില്ല. ഞാൻ ബാക്കിയുള്ളത് ഇനിയിപ്പം ഈ ഒരു ബൗളിൽ തന്നെ ഞാൻ അടച്ചു വെക്കും. ഇത് നമ്മൾ ഫ്രിഡ്ജിലാണ് കേട്ടോ സൂക്ഷിക്കേണ്ടത്. ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം, ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. നമ്മൾ ഇതൊരു കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ലൈറ്റ് മസാജ് കൊടുക്കുക. ലൈറ്റായിട്ട് മസാജ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ സ്കിന്ന്. അപ്പോൾ ഇത് നമ്മൾ ഒരു 1 മന്ത് കണ്ടിന്യൂ ചെയ്യുക. 7 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടി തുടങ്ങും. പിന്നെ ഇത് നമുക്ക് വലിയ ചിലവൊന്നും ഇല്ലാതെ നിങ്ങൾ ഇത് ചെയ്തു വെക്കുവാണെങ്കിൽ പുറത്തുനിന്നുള്ള ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സിറോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട. ഇത് നമ്മൾ തേച്ചിട്ട് കിടന്നുറങ്ങുക, മോർണിംഗ് ആകുമ്പോഴേക്കും വാഷ് ചെയ്ത് കളയാം. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ തന്നെയാണ്. പിന്നെ ഒലിവ് ഓയിൽ ചേർക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനകത്ത് വിറ്റമിൻ ഇ ചേർത്തത്. ഓൾറെഡി ആ ഒരു ലിക്വിഡിൽ നമ്മൾ വിറ്റമിൻ ഇ ചേർത്തിട്ട് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്യുന്നത് കൊണ്ട് ഇതിനകത്തും വിറ്റമിൻ ഇ തന്നെ വേണം എന്നുള്ളത് നിർബന്ധം ഇല്ല. ഒലിവ് ഓയിൽ ആണെങ്കിൽ അതാണ് ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.